നമസ്കാരം, എല്ലാവർക്കും ഗൗരി ശങ്കരത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഷഷ്ഠി വ്രതമെല്ലാം വളരെ ഐശ്വര്യപൂർണ്ണമായി തന്നെ പൂർത്തിയാക്കി. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 6 ദിവസം വ്രതമെടുത്തവരും എടുക്കാത്തവരും ഒക്കെ ഇന്നത്തെ ഒരു ദിവസം കൂടി വ്രതമെടുക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. ഇന്നത്തെ ഒരു ദിവസം കൂടി ആഹാര കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം വയ്ക്കുക. വെജിറ്റബിൾ ഭക്ഷണം മാത്രം അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുക. നോൺ വെജ് ഒക്കെ ഇന്നത്തെ ഒരു ദിവസം കൂടി ഒഴിവാക്കുകയാണെങ്കിൽ ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമായതിനാൽ നമുക്കതിൻ്റെ ഒരു പുണ്യം കൂടി ലഭിക്കുന്നതായിരിക്കും. അതായത് ഇന്ന് ഭഗവാന്റെ തിരുക്കല്യാണ ദിവസമാണ്. ഇന്നലെ ശൂരപത്മാസുര നിഗ്രഹത്തിന് ശേഷം ഇന്ന് ഭഗവാന്റെ തിരുക്കല്യാണമാണ്. അപ്പം ഈ ഒരു ദിവസം ഭഗവാൻ വളരെയധികം സന്തോഷവാനായിട്ടുള്ള ആ ഒരു ദിവസമാണ്. ഇന്ന് നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് നമുക്ക് നടത്തിത്തരും. അപ്പോൾ ഇന്നത്തെ ദിവസം തിരുക്കല്യാണ ദിവസം വ്രതമെടുത്തവരും വ്രതമെടുക്കാത്തവരുമായിട്ടുള്ള എല്ലാ ആൾക്കാരും ഇന്നത്തെ ഈ രാത്രി തീരുന്നതിന് മുൻപേ ഭഗവാന്റെ ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റിത്തരികയും എല്ലാ ആഗ്രഹങ്ങളും നടത്തിത്തരികയും ഒക്കെ ചെയ്യും ഭഗവാൻ. അടുത്ത സ്കന്ദഷഷ്ഠി വ്രതത്തിന് മുന്നേ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നടത്തിത്തരും. അത് വളരെ ഭക്തിയോടും വളരെ വിശ്വാസത്തോടും കൂടി മാത്രം പ്രാർത്ഥിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഇന്ന് രാവിലെയും വൈകുന്നേരവും നമ്മൾ സാധാരണ വിളക്ക് തെളിക്കുന്നത് പോലെ വിളക്ക് തെളിക്കാവുന്നതാണ്. പക്ഷേ ഇന്ന് തിരുക്കല്യാണ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ ഒരു നെയ്വിളക്ക് തെളിക്കുകയാണെങ്കിൽ അതും വളരെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളതാണ്. മാത്രമല്ല ഇന്ന് ചൊവ്വാഴ്ച കൂടിയാണ്. ഇന്നും ഭഗവാന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മൾ ഭഗവാന്റെ പൂജയൊക്കെ ചെയ്യുന്നതിലൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വൈകുന്നേരം നെയ്വിളക്കൊക്കെ തെളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്തോ ഈ മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇനി അതിനും സാധിക്കാത്തവർ രാത്രി 12 മണിക്ക് മുമ്പേ നമ്മൾ ഈ ഒരു മന്ത്രം ജപിച്ചതിന് ശേഷം കിടന്നുറങ്ങുക. ഈ മന്ത്രം ഇന്നേ ദിവസം 12 മണിക്ക് മുന്നേ ജപിക്കണമെന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്. കാരണം ഭഗവാൻ ഈ ദിവസം കല്യാണ വൈഭവത്തിൽ നിൽക്കുന്ന ദിവസമാണ്. അതായത് ഭഗവാൻ ഏറെ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. ഈ ഒരു ദിവസം നമ്മൾ രാത്രി 12 മണിക്ക് മുൻപേ 12 മണിക്ക് ശേഷം അടുത്ത ദിവസമായി. അതുകൊണ്ടാണ് 12 മണിക്ക് മുൻപ് എന്ന് പറയുന്നത്. ഈ ദിവസം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് നടത്തിത്തരും. കാരണം ഭഗവാൻ വളരെയധികം സന്തോഷവാനാണ് ഇന്ന്. ഭഗവാൻ ഇന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നത് വള്ളി ദേവസേനയോടുകൂടി ചേർന്നാണ്. അതായത് ഭഗവാന്റെ 2 ഭാര്യമാരാണ് വള്ളി ദേവിയും ദേവസേന എന്ന് പറയുന്ന ദേവയാനിയും. ഇത് നമ്മൾ കരുതുന്നത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിങ്ങനെ ഉള്ള രൂപത്തിലാണ്. ഈ 3 രൂപങ്ങളും കൂടെ ചേർന്നാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരുന്നത്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ ന്യായമാണെങ്കിൽ ഭഗവാൻ ഇത് തീർച്ചയായും നടത്തിത്തരും. അതിൽ പെടുന്നത് നമുക്ക് മംഗല്യഭാഗ്യം, സന്താന സൗഭാഗ്യം, സാമ്പത്തിക ഉയർച്ച, രോഗപീഠകളിൽ വലയുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം, അതിൽ നിന്നൊരു ആശ്വാസം, സർപ്പദോഷങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എന്നിങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവരുണ്ടാവും. ഇതൊക്കെ ഭഗവാന് നമുക്ക് നടത്തിത്തരുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു മന്ത്രം ഏതാണെന്ന് കൂടി നോക്കാം. ഇന്ന് രാത്രി 12 മണിക്ക് മുൻപ് നമ്മൾ കൈയും കാലും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയായി നമ്മുടെ ബെഡിലിരുന്നോ അല്ലെങ്കിൽ വെറും തറയിലിരുന്നോ ഒക്കെ നമുക്കിത് ജപിക്കാവുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല. ഈ മന്ത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓം വള്ളി ദേവസേന സമേത സുബ്രഹ്മണ്യ സ്വാമിയെ നമ എന്നാണ് ഈ മന്ത്രം. ഒന്നുകൂടി പറയാം. ഓം വള്ളി ദേവസേന സമേത സുബ്രഹ്മണ്യ സ്വാമിയെ നമഃ. ഈ ഒരു മന്ത്രം കഴിയുന്നവർ 108 തവണ ജപിക്കുക. പൂജാമുറിയിൽ ഇരുന്ന് ജപിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. പൂജാമുറിയിൽ ഇരുന്ന് ജപിക്കുന്ന സമയത്ത് തീർച്ചയായും കാലും കൈയും ഒക്കെ കഴുകി വൃത്തിയായതിനു ശേഷം മാത്രം പോയിരുന്ന് ജപിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നേ ദിവസം കുറച്ചൊന്ന് നോൺ വെജൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്നുള്ളത്. ഇനി തീരെയും ഈ 108 തവണയൊക്കെ ഇരുന്ന് ജപിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകാം. അങ്ങനെയുള്ളവർ 21 തവണയെങ്കിലും ജപിക്കുക. വളരെയധികം ശക്തിയുള്ളൊരു മന്ത്രമാണ്. ഒരാളല്ല 3 പേരാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഏറ്റവും ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഇന്നത്തെ ദിവസം ഭഗവാൻ വളരെ സന്തോഷവാനായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നതായിരിക്കും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ഭഗവാനോട് ചോദിക്കുക. അതായത് മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടിയോ മറ്റുള്ളവരുടെ ദുഃഖം കാണാനോ ഒന്നും വേണ്ടി നമ്മൾ ഭഗവാനോട് ഒരു കാര്യവും ആവശ്യപ്പെടരുത്. അങ്ങനെ നമ്മൾ ഭഗവാനോട് നല്ല വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ഏതൊരു ന്യായമായ കാര്യവും ഭഗവാൻ നടത്തി തരുന്നതായിരിക്കും. ഭഗവാന്റെ തിരുക്കല്യാണ ദിനമായതുകൊണ്ടാണ് ഈ ഒരു മന്ത്രത്തിന് ഇത്രയധികം പ്രത്യേകത അല്ലെങ്കിൽ ഇത്രയധികം പ്രാധാന്യം വരുന്നത്. ഇനി നമുക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും ജപിക്കാവുന്ന മന്ത്രങ്ങളുമുണ്ട്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജത് ഭുവേ നമ എന്നുള്ള മന്ത്രം 108 തവണ ജപിക്കുക.
ഇത് എല്ലാ ചൊവ്വാഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ഷഷ്ഠി ദിവസങ്ങളിലും ചെറിയ രീതിയിലൊക്കെ വ്രതം എടുത്തുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. 108 തവണയോ 21 തവണയോ ഒക്കെ ജപിക്കാവുന്നതാണ്. ഇതും വളരെ ശക്തിയുള്ള മന്ത്രമാണ്. തുടർച്ചയായി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആദ്യമൊക്കെ ഭഗവാൻ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നമ്മൾക്ക് തരും. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും പിന്മാറാതെ ഭഗവാനോടുള്ള ഭക്തി മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വീണ്ടും പുതിയ ഒരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നമസ്കാരം.